നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരു 2 സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്. ആ 2 സ്റ്റേറ്റ്മെന്റ് കൂടി എങ്ങനെയാന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് പറയുന്നത്, നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം 10ഉം കോമൺ ഡിഫറൻസ് 10 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിന്റെ ഏതെങ്കിലും 2 ടേമുകളുടെ സം എടുക്കുക. ഞാനിപ്പോൾ 3rd + 4th എടുത്തു, എനിക്ക് 70 ആണ് വന്നത്. അപ്പോൾ 3ൽ നിന്ന് 1 കുറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്, 4ൽ നിന്ന് 1 കൂടിയ നമ്പർ എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ആണ്. അതിന്റെ സം എടുക്കുമ്പോൾ 70 ആണ്. പിന്നെ 2ൽ നിന്ന് 1 കുറഞ്ഞത് 1 വന്നു, 5ൽ നിന്ന് 1 കൂടിയത് 6 വന്നു, അപ്പോഴും 70 ആണ്. അപ്പൊ അതായത് ഏതെങ്കിലും 2 ടേമുകളുടെ സമ്മ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ തൊട്ട് പിന്നിലും അല്ലെങ്കിൽ തൊട്ട് മുമ്പിലുമുള്ള സമ്മുകൾ അല്ലെങ്കിൽ സബ്സിക്വന്റ് ആയിട്ട് ഇവിടെ ഇപ്പം 2 നമ്പർ വ്യത്യാസപ്പെടുത്തി വന്ന് ഇവിടെ 2 നമ്പർ കൂടി വന്നു, അപ്പോഴും ഇവിടെ 2 നമ്പർ ബാക്കിലോട്ട് പോകാന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 10 + 10 20 കുറയുന്നു. ഇവിടെ 2 നമ്പർ മുമ്പിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 10 + 10 20 കൂടുന്നു. ഇവിടെ 20 കുറയുന്നു -20, അവിടെ 20 കൂടുന്നു +20. 20 20 എപ്പോഴും മൈനസും പ്ലസും വരുമ്പോൾ കട്ടായി പോയിട്ട് നമുക്ക് ഈ എമൗണ്ട് തന്നെ കിട്ടും. അതിനകത്ത് വലിയ ലോജിക്കൊന്നും ഇല്ല, മനസ്സിലായോ? അപ്പം സബ്സിക്വന്റ് ആയിട്ട്, അതായത് ഇവിടെ ഇപ്പോൾ ഒരു ടേം ബാക്കിലോട്ട് പോകുന്നു, ഇവിടെ 2 ടേം മുമ്പോട്ട് വന്നു, അങ്ങനെ പറ്റില്ല. കൃത്യമായി സബ്സിക്വന്റ് ആയിട്ട് ഇവിടെ 2 മുമ്പിലോട്ട് പോകുന്നതിന് ഇവിടെ 2 ബാക്കിലോട്ട് വരിക. അപ്പോൾ നമുക്ക് എപ്പോഴും ആ പെയർ ഓഫ് സംസിന് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് നമ്മളോട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഡ് നമ്പർ ഓഫ് സംസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അല്ലേ. 5 നമ്പറുകളുടെ സമ്മ 75 എന്ന് പറയുമ്പോൾ നമുക്ക് 75/5 നമുക്ക് 15 എടുക്കാം. നമുക്ക് അങ്ങനെ പഠിച്ചു അല്ലേ. ഓഡ് നമ്പർ ഓഫ് ടേംസ് തരികയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് തരുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സപ്പോസ് എനിക്കിവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 10 20 30 40. ക്ലിയർ? ഫസ്റ്റ് ടൈം 10ഉം കോമൺ ഡിഫറൻസ് 10ഉമാണ്. നോക്കുക, എൻ്റെ അപ്പൊ ഈ 4 എന്ന് പറയുമ്പോൾ 4 ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ഈ 2 ടേമുകൾ എടുക്കുക. 20 + 30 എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂട്ടുന്നത് തന്നെയല്ലേ സെക്കൻഡിൽ നിന്ന് 1 കുറഞ്ഞ ഫസ്റ്റ് ടേമും തേർഡിനോട് 1 കൂടിയ ഫോർത്ത് ടേമും കൂട്ടുന്നത്. ശ്രദ്ധിക്കുക, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് തരുന്നതെങ്കിൽ സം ഓഫ് ദ ടേംസും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കി, സെക്കൻഡ് പ്ലസ് തേർഡ് എന്ന് പറഞ്ഞാൽ 50 ആണ്. ഫസ്റ്റ് പ്ലസ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ സെയിം നമ്പർ ഓഫ് ടേംസ് വരുന്ന സെയിം സമ്മ് വരുന്ന എത്ര പേരുകളുണ്ട് നമുക്കിവിടെ? 4 ആണ്, ഈവൻ നമ്പർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിം സമ്മ് വരുന്ന 2 പേരുകളുണ്ട് ഇവിടെ. 4 ആയപ്പോൾ 2 പേരുകൾ. ഇനിയിപ്പോൾ സപ്പോസ് 6 ആണെങ്കിൽ നമുക്കിതിപ്പോൾ 50 ആണെന്ന് വിചാരിക്കും. ഇവിടെ ബാക്കിലോട്ട് പോകുമ്പോൾ 0 എന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കൂ, 0 + 50 എന്ന് പറഞ്ഞാലും 50 തന്നെയല്ലേ. അപ്പം ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് തരുന്നതെങ്കിൽ സെയിം സമ്മ് വരുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഈവൻ ആണ് വരുന്നതെങ്കിൽ 6 ആണെങ്കിൽ നമുക്ക് 3 പേരുണ്ടാവും, 8 ആണെങ്കിൽ നമുക്ക് 4 പേരുണ്ടാവും. അപ്പം നമുക്ക് ഈവൻ ഏതെങ്കിലും ഒരു പേരുകളുടെ സമ്മ് തന്നു കഴിഞ്ഞാൽ ഇത്ര ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഏതെങ്കിലും ഒരു പേരിന്റെ സമ്മിനെ നമുക്ക് ടോട്ടൽ എത്ര പേരുണ്ടെന്ന് നോക്കുക, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കിട്ടും. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണ് തരുന്നതെങ്കിൽ അതിന്റെ സമ്മുമാണ് നമുക്ക് തരുന്നതെങ്കിൽ ഈവൻ ആണെങ്കിൽ സെയിം സമ്മ് വരുന്ന എത്ര പേരുണ്ടെന്ന് നോക്കുക. സെയിം സമ്മ് നമുക്കറിയാം, ബാക്കിലോട്ട് 1 പോയി ഫ്രണ്ടിലേക്ക് 1 കൂടിയാലൊക്കെ നമുക്ക് എപ്പോഴും അറിയാം ഒരേ സമ്മായിരിക്കും വരുന്നത് അല്ലേ. അതെന്ന് വെച്ചാൽ ബാക്കിലോട്ട് 1 പോകുമ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 10 കുറയും, ഇവിടേക്ക് 1 കൂടുമ്പോൾ കോമൺ ഡിഫറൻസ് 10 കൂടും. വിലയ്ക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് തരുന്നതെങ്കിൽ എത്ര പെയർ ഓഫ് സംസ് അവിടെ ഉണ്ടെന്ന് നോക്ക്. ഈക്വൽ ആയിട്ടുള്ളത് 6 ആണെങ്കിൽ നമുക്ക് 3 പെയർ ഓഫ് സംസ് കിട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു പെയറിന്റെ സം തന്നു കഴിഞ്ഞാൽ ടോട്ടൽ സം കാണാനായിട്ട് നമുക്ക് എത്ര പെയർ ഉണ്ടെന്ന് നോക്കുക. സപ്പോസ് 2 പേരുകളുടെ സമ്മ് 150 തന്നിട്ടുണ്ട്, നമുക്ക് 6 ടീമും തന്നിട്ടുണ്ട്. ഈ 6 ടീമിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 6 ടീം ആകുമ്പോൾ നമുക്ക് ഈക്വൽ സമ്മ് വരുന്ന എത്ര പേരുണ്ടാവും? നമുക്ക് 3 പേരുണ്ടാവും അല്ലേ. ഒരു പേരിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? ഒരു പേരിന്റെ സമ്മ് 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ടീമിന്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് 150 × 3 എടുത്തു കഴിഞ്ഞാൽ 450 കിട്ടി. ക്ലിയർ? ഇതൊന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ചു വെക്കുക.
ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത പ്രോബ്ലംസ്. നമുക്ക് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം, പക്ഷേ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് തന്നെ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. പല പേരൻസും എൻ്റെ അടുത്ത് വിളിച്ച് ഡൗട്ട് ചോദിക്കാറുണ്ട്. അവരൊക്കെ ഓൾറെഡി പഠിച്ചതാണല്ലോ ചെറുപ്പത്തിൽ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്തുകൂടെ എന്നുള്ളത്. പക്ഷേ ഇക്വേഷൻസ് അല്ല, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച്. നിങ്ങൾക്ക് അടുത്തൊരു ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് വളരെ എലാബറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തൊട്ട് ബാക്കിലോട്ടും തൊട്ട് മുമ്പിലോട്ട് പോകുമ്പോൾ ആ പേരുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടേമുകളുടെ സം തന്നെയായിരിക്കും കിട്ടുന്നത്. കാരണം പെരയ്ക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. ബാക്കിലോട്ട് പോകുമ്പോൾ ഒന്ന് കോമൺ ഡിഫറൻസ് കുറയുകയും ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു കോമൺ ഡിഫറൻസ് കൂടുകയും ചെയ്യും. മൈനസും പ്ലസും ഈക്വൽ ആയിട്ട് വരുമ്പോൾ അത് നള്ളിഫൈ ആയി പോകും. അപ്പോൾ നമുക്ക് ആ എമൗണ്ട് തന്നെയായിരിക്കും, ആ സം തന്നെയായിരിക്കും കിട്ടുന്നത് എന്ന സിമ്പിൾ ഫാക്ട്സ് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലോട്ട് പോയാലോ. അപ്പോൾ പേജ് നമ്പർ 30 പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ വൈൻഡപ്പ് ആവും. ഓക്കെ, നമ്മളെ ഈ മനസ്സിൽ നമ്മുടെ ഫാക്ട്സുകളൊക്കെ അങ്ങോട്ട് ഉറപ്പിക്കുക. ഓഡ് നമ്പർ ഓഫ് സംസ് ആണ് തരുന്നതെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മിഡിൽ ടേം കിട്ടും. ഈവൻ നമ്പർ ആണ് തരുന്നതെങ്കിൽ ഈക്വൽ പേയേഴ്സ് എത്രയുണ്ടെന്ന് നോക്കുക. ആ പേയേഴ്സിന് നമുക്ക് സമ്മ തന്നിട്ടുണ്ടെങ്കിൽ ആ ഈക്വൽ പെയർ വെച്ചിട്ട് എത്ര പേയേഴ്സ് ഉണ്ടോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ സം കിട്ടും. ഈ രണ്ട് ഫാക്ട്സ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമുക്ക് 30ാമത്തെ പേജിലെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. റൈറ്റ് 4 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ദ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേം 100. ആദ്യത്തെ 4 ടേമുകളുടെ തുക 100 ആയിരിക്കണം. 4 ടേമുകൾ എഴുതാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ 100 ഈ 4 ടേമുകളുടെയും സം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഈവൻ നമ്പറാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ സമ്മാണ്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ രണ്ടിൻ്റെയും സം ഈക്വൽ ആയിരിക്കും, ഇതിന് രണ്ടിൻ്റെയും സം ഈക്വൽ ആയിരിക്കും. 2 ഈക്വൽ പേയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പെയറിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? 100 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെ സം 50 ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഏത് നമ്പർ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് 20ഉം 30ഉം കൊടുക്കും. ക്ലിയർ? 20ഉം 30ഉം കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും കുട്ടികളെ? 50 വന്നു അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതും നമുക്ക് എത്ര വരണം? 50 വരണം. ഇവിടെ 30 ആയപ്പോൾ ഞാനിവിടെ 40 കൊടുക്കുന്നു, ഇവിടെ 10 കൊടുക്കുന്നു. അത് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അല്ലേ? അപ്പോൾ ഇത് നമുക്ക് 10ഉം 40ഉം 10 നമുക്ക് 50 കിട്ടി. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കിട്ടി. നമ്മളോട് എത്ര സീക്വൻസ് ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത് കുട്ടികളെ? 4 സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അല്ലേ? അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. ജസ്റ്റ് ഫാക്ട്സ് മനസ്സിലാക്കുക, ഇക്വേഷൻസ് യൂസ് ചെയ്യാണ്ട് തന്നെ പ്രോബ്ലംസ് ചെയ്യുക. കാരണം ഇക്വേഷൻസ് നമുക്ക് തന്നാൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രോബ്ലം ചെയ്യും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഫാക്ട്സ് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആലോചിക്കും, നമ്മുടെ ബ്രെയിൻ ഒന്ന് ചെറുതായിട്ട് സ്റ്റിമുലേറ്റ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിലുള്ള സിലബസുകളൊക്കെ നിങ്ങൾക്ക് കുറേ കൂടി നിങ്ങൾക്ക് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഫിസിക്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെയല്ല, നിങ്ങളെ കൊണ്ട് തന്നെ ഓരോന്ന് ചോദിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ബ്രെയിൻ കുറേശ്ശെ വികസിക്കണം, സ്റ്റിമുലേറ്റ് ചെയ്യണം, നിങ്ങൾ ആലോചിക്കണം. അല്ലാണ്ട് ഡയറക്റ്റ് ഇക്വേഷൻ തരുക, പ്രോബ്ലം ചെയ്യുക. നത്തിങ് വിൽ ബി ഇൻ യുവർ മൈൻഡ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് അടുത്ത 4 സീക്വൻസും കൂടെ നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. കീപ് ഇറ്റ് ദാറ്റ് 2 ഫാക്ട്സ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, മക്കളെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് ഇത് കിട്ടും. ഞാനൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പോകണം കേട്ടോ. അപ്പോൾ ഈ 10, 20, 30, 40 എന്ന് പറയുന്നതാണ് എൻ്റെ അരിത്മെറ്റിക് സീക്വൻസ്. എപ്പോഴും നമുക്കറിയാം പേരുകളുടെ സം 50 കിട്ടും അല്ലേ? അപ്പം ഞാനിപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഇത് ഞാനൊരു 18 ആക്കിക്കോട്ടെ. 18 ആക്കുമ്പം ഇവിടെ എനിക്ക് എത്ര കൊടുത്താലായിരിക്കും? 20ഉം 30ഉം ആയിരുന്നു 50 വന്നത്. ഇത് ഞാൻ 2 കുറച്ചു, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഞാൻ 2 കൂട്ടണം. 18 32 പോയി. ക്ലിയർ? 18 32 ആയപ്പോൾ ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 32 മൈനസ് 18 എടുക്കുക. 14ആണ് എൻ്റെ കോമൺ ഡിഫറൻസ്. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ബാക്കിലോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് കുറച്ചും ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമ്മുടെ സീക്വൻസ് കിട്ടി. സിമ്പിൾ. 18 14 കുറച്ചാൽ നമുക്ക് 4 വന്നു. ഇവിടെ 32 നമുക്ക് 14 കൂട്ടിയാൽ നമുക്ക് 46 വന്നു. 4 + 46 50. Then 18 + 32 50. Again we got another sequence. Now also we can get another sequence by doing some little adjustments. Look at here. ഇനി എന്ത് ഈ ടേം ഞാൻ 16 ആക്കിക്കോട്ടെ. അപ്പോൾ ഈ ടേം എനിക്ക് 50 വരണമെങ്കിൽ ഇവിടെ എത്ര വരണം? 34 വരണം. സോ കോമൺ ഡിഫറൻസ് എങ്ങനെ എടുക്കും? 34 മൈനസ് 16 18 വന്നു. ബാക്കിലോട്ട് പോകുമ്പം കോമൺ ഡിഫറൻസ് കുറഞ്ഞു പോകണം. 16ൽ നിന്ന് 18 കുറയ്ക്കാൻ പോകാം. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ നമുക്കറിയാം മൈനസ് വരും. -2 വന്നു.
ഫ്രണ്ടിലേക്ക് ഇപ്പോൾ 34 കൂടെ നമുക്ക് 18 കൂടുമ്പോൾ എത്ര വരും കുട്ടികളെ? ഇവിടെ 52 വന്നു. നോക്കൂ, 16 + 34 50. 52 - 2 50. ക്ലിയർ? കിട്ടി. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എത്ര എണ്ണം വേണം എഴുതാം. അടുത്തൊരു സീക്വൻസ് കൂടെ നമുക്ക് എഴുതാം. ഇവിടെ നിങ്ങൾ ആക്കിക്കോളൂ. നിങ്ങളുടെ 14 ആക്കൂ. അപ്പം നിങ്ങൾക്ക് ഇവിടെ എത്ര വന്നു? 16 വന്നു. 36 അല്ലെ 36 14 50ആയി. 36 14 കുറയ്ക്കൂ, എത്ര വന്നു? നമുക്ക് 22 വന്നു. സോ ബാക്കിലോട്ട് പോകുമ്പം 24 22 കുറയ്ക്കണം. 14 22 കുറച്ചു, നമുക്ക് -8 വന്നു. 36ന്റെ കൂടി 22 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 58 അല്ലേ? സോ 58 - 8 50. 14 + 36 50. ക്ലിയർ? ഇതുപോലെ എത്ര സീക്വൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം കേട്ടോ. നമ്മൾ ചെറിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. The first term of arithmetic sequence is 5. ആദ്യത്തെ arithmetic sequence ആദ്യത്തെ ടേം 5 തന്നിട്ടുണ്ട്. ഓക്കെ, എഴുതി നമ്മൾ. And the sum of the sixth term of its term is 105. 6 ടേമുകളുടെ തുക ഇൻക്ലൂഡിംഗ് ദിസ് ഫസ്റ്റ് ടേം. ആദ്യത്തെ 2 4 ഇത് 6 ടേമുകളുടെ തുക 105. ഈവൻ നമ്പറാണ് തന്നിരിക്കുന്നത്. സോ ഈക്വൽ സം വരുന്ന എത്ര പേരുണ്ടാവും? 3 പേരുണ്ടാവും. ഇതും ഈക്വല്, ഇതും ഈക്വല്, ഇതും ഈക്വല്. ക്ലിയർ? അപ്പം ഒരു പേരിന്റെ സം എത്രയാവും? 105 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു, കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ കട്ട് ചെയ്യാം? 3 9 റിമൈൻഡർ 1, അപ്പോൾ 15 ആയി 5. നോക്കിക്കേ, അപ്പോൾ എത്ര വന്നു? ഒരു പേരിന്റെ സം 35 ആവണം. ഞാൻ 2 ഇത് എടുക്കട്ടെ. ഞാനിവിടെ 15 അല്ലേ, 20ഉം 15ഉം 35 പക്ഷെ ഞാൻ സ്വാഭാവികമായിട്ട് ചെറിയ നമ്പർ ആദ്യം ഇവിടെ കൊടുക്കുന്നത്, കാരണം അരിത്മെറ്റിക് സീക്വൻസ് ആണ്. പർട്ടിക്കുലർ നമ്പർ കൂടി പോകണം. ഇവിടെ ഞാൻ 20 കൊടുത്തു. 15ഉം 20ഉം എത്രയാണ്? 35 വന്നു. ഇവിടെ 5 ആയതുകൊണ്ട് നമുക്ക് ഇതും എന്താണ്? 35. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് വരണം? ഇവിടെ ഞാനൊരു 30 കൊടുക്കാം. ക്ലിയർ? പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ബാക്കിലോട്ട് പോകുമ്പോൾ ഇതും ഇങ്ങോട്ട് വരുമ്പോഴത്തേന് എത്ര? ഇവിടെ 5 കൂടി പോകണം അല്ലേ? അപ്പോൾ 35 വന്നു. ക്ലിയർ? അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടി. എത്ര പെട്ടെന്ന് കിട്ടണമെന്ന് നോക്കി. അടുത്തത് സം ഓഫ് ദ 7th and 8th term. കണ്ടോ, 7ാമത്തെയും 8ാമത്തെയും തന്നിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ തുക തുല്യമാണ്, ഈ രണ്ടെണ്ണത്തിൻ്റെ തുക തുല്യമാണ്, ഇതിൻ്റെ തുല്യമാണ്. അങ്ങനെ നമുക്ക് എത്ര എണ്ണം തന്നിട്ടുണ്ട്? നമുക്ക് ഇതിന് 2ന്റെയും 7ന്റെയും 8ന്റെയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 14 ടേംസ്. 14 ടേമുകളുടെ തുക കണ്ടെത്തണം. നോ ഇഷ്യൂ. 14 ടേം ഈവൻ നമ്പറാണ്. അപ്പോൾ ഇതുപോലെ വരുന്ന എത്ര പേരുണ്ടാവും? ഇത് 2 എണ്ണം, ഇവിടെ വന്ന് 4 എണ്ണം, ഇത് വന്നപ്പോൾ 6 എണ്ണമായി, ഇത് വന്നപ്പോൾ 8. അങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു 7 പേര് വരും അല്ലേ? 7 പേരുകളുടെ സമ്മാണ് നമുക്ക് 7 പേരുകളുടെ സമ്മ് നമുക്ക് എത്ര ഉണ്ടാവും? 50 എന്നാവും. അപ്പോൾ ഒരു പേരിൻ്റെ സമ്മ് 50 ആണെങ്കിൽ 7 പേരിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? 7 × 50 = 350 എന്ന് കിട്ടില്ലേ? എത്ര പെട്ടെന്ന് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം അല്ലേ? ഒരുപാട് വാരി വലിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. കൃത്യമായ ഫാക്റ്റ് മനസ്സിലാക്കുക, കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് വി ആർ ഓൾമോസ്റ്റ് വൈൻഡിങ്. വി ആർ എബൌട്ട് ടു ഫിനിഷ് ദിസ് ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു നമ്മൾ. ലാസ്റ്റ് പ്രോബ്ലം നോക്കിയാലോ? അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒറ്റ നോട്ടത്തിൽ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഉപയോഗിച്ച് ഈ അരിത്മെറ്റിക് സീക്വൻസുകളുടെ ആദ്യത്തെ 3 ടേം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം 30. ഓക്കെ, ക്ലിയർ? സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് 300. ആദ്യത്തെ 3 ടേമുകളുടെ തുകയാണ് 300 എന്ന് പറയുന്നത്. ഈ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. സോ സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഓഡ് നമ്പർ ഓഫ് ടേംസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ I'll get the middle term here. So this one I'll get. So 300/3 is equal to 100 ആണല്ലേ? അപ്പോൾ എൻ്റെ ടേം 100 കിട്ടി, മിഡിൽ ടേം. സോ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ കിട്ടി. വാട്ട് വിൽ ബി ദ കോമൺ ഡിഫറൻസ്? 100 - 30 is equal to 70. കോമൺ ഡിഫറൻസ് ആ 100 70ൻ്റെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ 170. ആഡ് ചെയ്ത് നോക്കുക. 170 + 30 200 + 100 300 കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. സെക്കൻഡ് ഫസ്റ്റ് ടേം 30. ക്ലിയർ? കിടക്കട്ടെ. ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 300. ആദ്യത്തെ 4 ടേം എനിക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 300 ആണ്. ഈവൻ നമ്പർ ഓഫ് ടേം ആണ്. അപ്പോൾ നമുക്ക് എത്ര പേരുണ്ടാവും? ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ. 2 ഈക്വൽ പെയേഴ്സ് ഉണ്ട്. 300 ഡിവൈഡഡ് ബൈ ഒരു ഈക്വൽ പെയറിൻ്റെ സമ്മ് കാണാനായിട്ട്
എനിക്ക് 4 എന്ന് പറയുമ്പോൾ 2 ഈക്വൽ പെയറാണ്. അപ്പോൾ 300 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 180 എൻ്റെ ഒരു പെയറിൻ്റെ സമ്മ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതും എത്രയായിരിക്കും? 150 ആയിരിക്കും. ഇതും 150 ആയിരിക്കും. ഇതിൽ ഫസ്റ്റ് ടൈം 30 തന്നിട്ടുണ്ട്. അപ്പം ഇതും കൂടി കൂട്ടുമ്പോൾ 150 ആകുമ്പം ഇത് കിട്ടണമെങ്കിൽ 180 മൈനസ് 30 ഈസ് ഈക്വൽ ടു 120 കിട്ടിയോ? ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് അറിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജമ്പിങ് ആണ്, പൊസിഷൻ ജമ്പിങ്. 3ൽ നിന്ന് 4ലേക്ക് പോയി. ടേമുകളുടെ ഡിവൈഡ് മൈനസ് 4ാമത്തെ ടേം മൈനസ് 3ാമത്തെ ടേം ഡിവൈഡ് ബൈ 1ൽ നിന്ന് 4ലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് കൂടി, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് കൂടി, ഇവിടെ ഒരു കോമൺ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂടിയിട്ടുണ്ട് അല്ലേ? ഡിവൈഡ് ബൈ 3 4 മൈനസ് 1 എടുക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ 120 മൈനസ് 30 90 90 ബൈ 3 ഈസ് ഈക്വൽ ടു, സോ മൈ കോമൺ ഡിഫറൻസ് ഇസ് 30 ഹിയർ. ഫസ്റ്റ് ടേം ഇസ് 30, so you just add the first term with the common difference. Here is 60, again 60 plus 30 is equal to 90, again it will be 120. So ഈ സമ്മുകൾ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 300 കിട്ടും. എത്ര സിമ്പിൾ ആയിട്ടാണ് പ്രോബ്ലം ചെയ്യണം അല്ലേ? ഇതുപോലെ എല്ലാ പ്രോബ്ലംസും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്ലസ് ഒക്കെ ഇങ്ങനെ കയറി വരും. പ്ലസുകൾ മാത്രം മേടിച്ചാൽ പോരാ, കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് എപ്പോഴും പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. സോ അടുത്തത് ഫസ്റ്റ് ടേം ഇസ് 30. ഓക്കെ. ദെൻ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേം 300. ആദ്യത്തെ 5 ടേമുകൾ 300. ആദ്യത്തെ 5 ഓഡ് നമ്പർ ഓഫ് ടേംസ്. സോ 300നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തു. 6 5 30. ഇവിടെ വെച്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പഠിച്ചോളൂ കേട്ടോ. 60. സോ നമുക്ക് മിഡിൽ ടേമായ 3ാമത്തെ ടേം 60 എന്ന് കിട്ടി. ക്ലിയർ? സോ എങ്ങനെയാണ് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? കോമൺ ഡിഫറൻസ് ജമ്പിങ്. 60 മൈനസ് 1ൽ നിന്ന് 3ലേക്ക് ചാടി. 60 മൈനസ് 30 ഡിവൈഡ് ബൈ 3 മൈനസ് 1 2. സോ 60 മൈനസ് 30 30 ബൈ 2 ഈസ് ഈക്വൽ ടു 15 ആണ് എൻ്റെ കോമൺ ഡിഫറൻസ്. ഒബ്വിയസ്ലി ദ ഫസ്റ്റ് ടേം ഇസ് 30. സോ യു ഹാവ് ടു ആഡ് ജസ്റ്റ് 15 വിത്ത് ദ ടേംസ്, റൈറ്റ്? 30 plus 15 is 45. 45 plus 60 60. 15 60. 60 plus 15 75. 75 plus 15 is equal to 90. Clear? So that is the 300 കിട്ടും. And the last question is, നമുക്ക് നോക്കാം. The first term is 30. Okay, fine. And the sum of the first 6th term. So 6th term ആണ് 2 4 6. ഇതും ഓക്കെ. ഇതും സെയിം ആയിരിക്കണം. ഈ പെയർ സെയിം ആയിരിക്കണം. 300 സമ്മ തന്നിട്ടുണ്ട്. 6 ടേം എന്ന് പറയുമ്പോൾ 3 പേരിൻ്റെ സമ്മ ഈക്വൽ ആയിരിക്കും. ഒരു പേരിൻ്റെ സമ്മ കണ്ടുപിടിക്കേണ്ട 300 ബൈ 3 ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ക്ലിയർ? സോ ഇത് 30 ഇതിൻ്റെയും സമ്മ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 100 ആണ്. ഇത് 30 ആകുമ്പോൾ ഇവിടെ എത്ര വന്നാൽ നമുക്ക് 100 ആവും? 70 പ്ലസ് 30 100. ക്ലിയർ? ഓക്കെ, ഫൈൻ. സോ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ജമ്പിങ് എടുക്കൂ. 70 മൈനസ് 30. എത്ര കോമൺ ഡിഫറൻസ്? 3ൽ നിന്ന് 6ലേക്കാണ് പോയത്. 5 കോമൺ ഡിഫറൻസ്. സോ 70 മൈനസ് 30 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വന്നു? 40 ബൈ 5 ഈസ് ഈക്വൽ ടു 8 ആണ് മൈ കോമൺ ഡിഫറൻസ് ഹിയർ. സോ യു ഹാവ് ടു ആഡ് ദിസ് കോമൺ ഡിഫറൻസ് വിത്ത് ദ ഫസ്റ്റ് നമ്പർ. 30 പ്ലസ് 8 38. 38 പ്ലസ് 8 46. 46 പ്ലസ് 8 54. 54 പ്ലസ് 8 56. 54 എത്രയാണ്? 54 പ്ലസ് എത്ര? 8 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര വന്നു? 62 വന്നു. ക്ലിയർ? ഓക്കെ. ഇനി നിങ്ങൾ 38 42 46 8 54 8 62 8 70. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സമ്മ നമുക്ക് നോക്കാം. എത്ര പെട്ടെന്നാണ് നമ്മൾ സമ്മ കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ നിങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് വി ഹാവ് ഫിനിഷ് ദിസ് ചാപ്റ്റർ. സോ നിങ്ങൾ ഈ പ്രോബ്ലംസ് ഈ വീഡിയോസിലൂടെയൊക്കെ പോയി കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആക്കുക. അരിതമെറ്റിക് സീക്വൻസിൻ്റെ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമ്മൾ അധികമായി കണ്ടെത്തും. നിങ്ങളുടെ 3rd ചാപ്റ്റർ ഇതിൻ്റെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ. അതിൽ നിങ്ങൾ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കും. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കണം. കാരണം നിങ്ങൾക്ക് കുറച്ച് ആലോചനാശേഷിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ മോട്ടിവേഷനാണ് എനിക്കിനി നിങ്ങളുടെ പ്രചോദനം. അതാണ് എനിക്കിനി വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ